സ്വർഗത്തിൽ നിന്ന് 2 മാലാഖമാർ ഇറങ്ങി വന്ന് ഖുതുബ് മിനാറിന്റെ മുകളിൽ കയറിയിരുന്ന് എന്നോട് പറയുന്നു എന്ന് സങ്കല്പിക്കുക. ഹേ മിസ്റ്റർ ആസാദ്, ഹിന്ദു മുസ്ലിം മൈത്രി തകർക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈ രാവ് പുലരുന്നതിന് മുൻപ് സ്വാതന്ത്ര്യം നൽകാം, സ്വരാജ് നൽകാം. അങ്ങനെ എന്നോട് സ്വർഗത്തിൽ നിന്ന് 2 മാലാഖമാർ ഇറങ്ങി വന്ന് ഖുതുബ് മിനാറിന്റെ മുകളിൽ കയറിയിരുന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയും, ഹിന്ദു മുസ്ലിം മൈത്രി തകർത്തുകൊണ്ട് ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ട. സ്വാതന്ത്ര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെ. പക്ഷേ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ തകർച്ച അത് മാനവികതയുടെ തകർച്ചയായിരിക്കും. അങ്ങനെ കാണാൻ, അങ്ങനെ വീക്ഷിക്കാൻ മൗലാന അബുൽ കലാം ആസാദിന് കഴിയും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം മഹാപണ്ഡിതനാണ്. വിശുദ്ധ ഖുർആന് വോളിയങ്ങളുടെ തഫ്സീർ എഴുതിയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഫാത്തിഹയുടെ തഫ്സീർ മാത്രം, വ്യാഖ്യാനം മാത്രം ഒരു വോളിയമാണ്. അത്രയും വലിയ മഹാനായ പണ്ഡിതൻ. ആ പണ്ഡിതനതിന് സാധിക്കും. വിശാല മനസ്കത, സഹിഷ്ണുത. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസധാരയിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടും ഹിക്മത്ത് പ്രയോഗിച്ചുകൊണ്ടും തന്ത്രം പ്രയോഗിച്ചുകൊണ്ടും ക്ഷണിക്കുക. അത് നമുക്ക് നഷ്ടമാകുമ്പോൾ നാം അന്യരാക്കപ്പെടും. സാമുദായിക ബന്ധത്തിന്റെ ഊഷ്മളതക്ക് പോറലേൽക്കും. അത് സംഭവിക്കാൻ പാടില്ല. എന്തും ഏതും ഒരു ബഹുസ്വര സമൂഹത്തിൽ വളരെ സൗഹാർദ്ദപരമായിട്ടായിരിക്കണം കൊള്ളേണ്ടതും കൊടുക്കേണ്ടതും. അത്തരം ഒരു സ്ഥിതി എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ രാജ്യത്തിന്റെ മഹിതമായ മതേതര പാരമ്പര്യത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി കഴിയുക. വിശ്വാസികൾ ഒന്നോർക്കണം, നമ്മളുടെ വേഷഭൂഷാദികളോ നമ്മളുടെ ബാഹ്യചേഷ്ടകളോ ഒന്നുമല്ല നാം വിശ്വാസിയാണോ എന്ന് വിലയിരുത്തപ്പെടുന്നതിന്റെ മാനദണ്ഡം. പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നിങ്ങളുടെ വേഷഭൂഷാദികളിലേക്കോ ബാഹ്യപ്രകൃതിയിലേക്കോ അല്ല നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. മനസ്സ് ശുദ്ധമാകണം, ഹൃദയം ശുദ്ധമാകണം. മനസ്സ് ശുദ്ധമല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല വിശ്വാസിയാകാൻ കഴിയില്ല. നമ്മളുടെ മദ്രസകൾ പണ്ടുകാലത്ത് അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷെ എവിടെയോ വെച്ചൊരു താളപ്പിഴ സംഭവിച്ചുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല, ഞാനും മദ്രസയിൽ പഠിച്ചതാണ്. എനിക്ക് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. മതത്തിന്റെ, വിശ്വാസത്തിന്റെ ആർദ്രമായ കരുണയുടെ ഭാവങ്ങളും രൂപങ്ങളും എനിക്ക് മനസ്സിലായത് ഞാൻ മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ്. പിന്നീട് ഒരുപാട് കുറച്ച് വായനയിലൂടെ അങ്ങനെയാണ് വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ബോധ്യമായത്. മദ്രസ പ്രസ്ഥാനം വളരെ ശക്തമാണ് കേരളത്തിൽ. അത് കേരളത്തിന്റെ മത നവോത്ഥാനത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മതബന്ധങ്ങളുടെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഊഷ്മളതയെ പുഷ്കലമാക്കിയിട്ടുണ്ട്. ഒരു സംശയവും ഇല്ല. എന്നാൽ ഞാനൊരു കോളേജ് അധ്യാപകനാണ്. മദ്രസ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം കിട്ടുന്ന നമ്മളുടെ കുട്ടികൾ, ആ കുട്ടികളുടെ അച്ചടക്ക നിലവാരവും അവരുടെ ധാർമ്മികമായിട്ടുള്ള നിലവാരവും ഒരു മതവിദ്യാഭ്യാസവും കിട്ടാത്ത, ഒരു ധാർമ്മിക വിദ്യാഭ്യാസവും കിട്ടാത്ത നമ്മളുടെ സഹോദര സമുദായങ്ങളിലെ കുട്ടികളുടെ അച്ചടക്കവും അവരുടെ ധാർമ്മിക നിലവാരവും നാം ഒന്ന് തുലനം ചെയ്തു നോക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും അധ്യാപകരായിട്ടുള്ള ഞങ്ങൾക്ക് അത് ബോധ്യമായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും എന്താണ് ധാർമ്മിക വിദ്യാഭ്യാസം കിട്ടുന്ന മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊന്നും തീരെ ലഭിക്കാത്ത കുട്ടികളുടെ അത്ര പോലും അച്ചടക്കവും ഗുരുസ്നേഹവും മാതാപിതാക്കളോടുള്ള ബഹുമാനവും ആദരവും വയസ്സ് മൂത്തവരോടുള്ള ബഹുമാനവും ആദരവും ഒന്നും ഇല്ലാതെ പോകുന്നത്. അതിന്റെ കുറ്റം മദ്രസക്കല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും വീടാണ് നമ്മളുടെ കുട്ടികളുടെ ആദ്യത്തെ പാഠശാല, ആദ്യത്തെ മദ്രസ, ആദ്യത്തെ മുഅല്ലിം, ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറയുന്നത് മുസ്ലിയാരല്ല, ഓരോ കുട്ടിയുടെയും രക്ഷിതാവാണ്, പിതാവാണ് ആദ്യത്തെ ആ കുട്ടിയുടെ മുഅല്ലിം. ടീച്ചർ, മതാധ്യാപകൻ, ഉമ്മയാണ് മതാധ്യാപിക. അപ്പൊ നമ്മളുടെ വീടുകളിൽ എന്തോ ചില കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അനുരണനമാണ് നമ്മളുടെ കുട്ടികളുടെ അച്ചടക്കരാഹിത്യത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനിവിടെ പറയുന്നത് ഇതൊരു മദ്രസയുടെ പരിപാടിയാണ്. സ്വയം വിമർശനത്തിന് നാം വിധേയമാകണം. സ്വയം വിമർശനത്തിന് വിധേയമാകാത്ത ഒരു സമൂഹത്തെയും ഒരിക്കലും അഭിവൃദ്ധിയിലേക്ക് ആർക്കും നയിക്കാൻ കഴിയില്ല.
ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹവും സ്വയം മാറാൻ സന്നദ്ധമാകുന്നത് വരെ അള്ളാഹു അവരെ മാറ്റുകയില്ല. അള്ളാഹു മാറ്റും എന്ന് കരുതിയിരുന്നാൽ മാറ്റത്തിന് വിധേയമാകാൻ നമുക്ക് കഴിയില്ല. നമ്മൾ വിചാരിക്കണം മാറണം എന്ന്, അപ്പോഴേ അള്ളാഹു മാറ്റുകയുള്ളൂ. എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. തെങ്ങിന്റെ മുകളിൽ കയറി 2 കൈയും കാലും വിട്ട് അള്ളാഹു രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ആള് താഴെ കിടക്കും. അതേ സ്ഥിതിയാണ് എല്ലാ കാര്യങ്ങളിലും. നാം പ്രവർത്തിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യണം. വിശ്വാസി അതാണ് വിശ്വാസത്തെ മാറ്റുരക്കുന്ന കല്ല്. മദ്രസകളിൽ അത്തരത്തിലുള്ള മാറ്റുരക്കലായിരുന്നു നടന്നിരുന്നത്. നമുക്ക് പൂർവകാലത്തെ പണ്ഡിതന്മാർ, അത് സ്കൂളുകളിൽ അധ്യാപകന്മാരായാലും മദ്രസയിലെ അധ്യാപകന്മാരായാലും, മുമ്പ് കാലത്തെ മദ്രസയിലെ അധ്യാപകന്മാർ അവർ വളരെ സാത്വികന്മാരായിട്ടുള്ളവരായിരുന്നു. അവരിതിനെ ഒരു മഹാകൃത്യമായിട്ട് കണ്ടവരായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അതിലൊക്കെ കുറച്ചിൽ സംഭവിച്ചു. നമ്മളുടെ സ്കൂളുകളിലെ അധ്യാപകന്മാരുടെ നിലവാര തകർച്ച വന്നതുപോലെ മദ്രസകളിലും അധ്യാപകന്മാർക്ക് നിലവാര തകർച്ചയുണ്ടായി. അതിന്റെ അനുരണനമാണ് ചില ഘട്ടങ്ങളിലെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ സാമൂഹ്യാധപതനമാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മ തന്റെ കുട്ടിയെ ലോകത്ത് 2ാമതായി വിശ്വസിച്ചേൽപ്പിക്കുക ആ കുട്ടിക്ക് ജന്മം നൽകിയ പിതാവിനെയാണ്. പക്ഷെ സ്വന്തം മക്കളെ ഒരു ഉമ്മക്ക് അല്ലെങ്കിൽ ഒരു അമ്മക്ക്, പിതാക്കളെ വിശ്വസിച്ചേൽപ്പിച്ചു പോകാൻ കഴിയാത്ത സാമൂഹ്യ ചുറ്റുപാടും ധാർമ്മികാധപതനവും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ സമൂഹത്തിൽ. വിശ്വാസികളുടെ എണ്ണം കൂടുകയാണ്. പള്ളികളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന ആളുകൾ വർദ്ധിക്കുന്നു. ക്ഷേത്രങ്ങളിൽ പൂജക്കെത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ചർച്ചുകളിൽ കുർബാന പ്രാർത്ഥനയ്ക്ക് വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. പക്ഷെ വിശ്വാസത്തിന്റെ വ്യാപനത്തിനനുസരിച്ച് അതിന്റെ ഒരു ഗുണഫലം സമൂഹത്തിൽ നമുക്ക് ദൃശ്യമാകുന്നേയില്ല. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു മുസ്ലിം കുട്ടിയാണ് ബാംഗ്ലൂരിൽ പെൺകുട്ടിയായി ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് 3 മാസം പ്രായമായ ഒരു കുട്ടിയെ തന്റെ പിതാവ് അഹമ്മദ് എന്നാണത്രേ ആ പിതാവിന്റെ പേര്. ലജ്ജിക്കുന്നു നമ്മൾ. അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ജാഹിലിയ കാലത്തുണ്ടായിരുന്നു ഇതുപോലെ. പിറന്നത് പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ക്രൂരമായ കൃത്യം. ആ കൃത്യത്തിന് സമാനമായ കൃത്യം നടന്നുകൊണ്ടിരിക്കുന്നു. സ്വന്തം പെൺകുട്ടിയുടെ കൂട്ടിക്കൊടുപ്പുകാരനായി ഒരു പിതാവിനെ കണ്ടത് ഒരു മുസ്ലിം പേരുള്ള പിതാവിനെയാണ്. മതസംഘടനകൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ പുനരാലോചന നടത്തണം. നമ്മളുടെ പ്രവർത്തനത്തിന് ഗുണഫലം എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ലഭ്യമാകാത്തത്? അത് ലഭ്യമാക്കുവാനുള്ള ഗുണപരമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ ഒരുമിച്ച് നടത്തണം. ഞാൻ വേറിട്ട് നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്, ഞാനും ഇതിന്റെ ഭാഗമാണ്. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനൊരു പോംവഴി കാണണം, ഇതിനൊരു വഴി കണ്ടെത്തണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മളുടെ ശ്രമം എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭിപ്രായം. എന്റെ മനസ്സിന്റെ ഓരോ സ്ഥലങ്ങളിലായി ശിഥിലമായി കിടന്നിരുന്ന ചിന്തകൾ നിങ്ങൾ സമക്ഷം പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഇതിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രസിക്കാത്തതായി വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ, അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. മഹദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽക എന്ന കാവ്യവചനം നിങ്ങൾക്ക് മുമ്പിൽ ഉച്ചരിച്ചുകൊണ്ട് ഈ കൂടല്ലൂരിലെ മുനീറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുവാനും സംഭവിച്ച പെശകുകൾ തിരുത്തി മുന്നോട്ടുള്ള പ്രയാണം സുഗമമാക്കുവാനും നമുക്ക് പ്രചോദനമാകണം. അങ്ങനെ ആവട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.